ഇത് ചെയ്യുന്നത് ഒരു റെപ്യൂട്ടബിൾ ആയിട്ടുള്ള മീഡിയ ഓർഗനൈസേഷൻസ് ആണ്. അവർ അവസാനം മാപ്പ് പറയേണ്ടി വരികയാണ്. അപ്പൊ ഇതിന് പിന്നിൽ ഒരു വലിയ തോതിൽ ഒരു PR ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരു ഗ്ലോബൽ ലെവൽ PR. അങ്ങനെ ഞാൻ പറയുന്നില്ല. കാരണം ഈ സംഗതികൾ ഇങ്ങനെ പറയാന്നുള്ളത്, അത് ഇസ്രായേലിനെതിരെ നിൽക്കുക എന്നുള്ളത്, അത് പൊതുവെ നമ്മളെപ്പോഴും ആളുകൾ എടുക്കാൻ പറ്റുന്ന, ഇപ്പം നമ്മളെ നാട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു പുരോഗമനവാദിയാണെന്ന് കാണിക്കാൻ എന്താ എളുപ്പവഴി? അടിച്ചമർത്തപ്പെട്ടവരുടെ കൂടെ നിൽക്കുക, ഇരകളോടൊപ്പം നിൽക്കുക എന്ന് പറയുക. ഇതൊക്കെയാണ് സാധാരണ ചെയ്യുക. ചില ആളുകൾ ഇപ്പോൾ ബസ്സിൽ പീഡനം നടത്തിയ ചില പുരുഷ കേസരികളോടൊപ്പം വരെ നിന്നിട്ട് പറയും, ഞാൻ പീഡിതനോടൊപ്പമാണ്, അവനും ഇതുപോലെയുള്ള പ്രശ്നം, അതെ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു എളുപ്പവഴിയുണ്ട്. പിന്നെ അതിന് വേറൊരു എളുപ്പവഴിയാണ്, ഇപ്പം മതങ്ങളെ വിമർശിക്കുന്ന ആളുകളിൽ ശ്രദ്ധിച്ചാൽ മതി. ഹിന്ദുമതത്തെ വിമർശിക്കാൻ അവർക്ക് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നിങ്ങളൊരു പുരോഗമനവാദിയാണെന്ന് കാണിക്കാൻ ഏറ്റവും എളുപ്പം എന്താണ്? ഹിന്ദു മതത്തിലെ ഒരു സാധനം എന്തെങ്കിലും കാണിക്കാം. എന്നാൽ ഇതേ ആളെടുത്ത് ഇസ്ലാമിലെ ഒരു വിഷയം പറയാൻ പറഞ്ഞാലോ അത് പറ്റൂല. അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് വന്ന സ്പീക്കർ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതേ സ്വരത്തിൽ എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ വലിയ മനുഷ്യനാണെന്ന് തെളിയിക്കാനുള്ള ഒരു എളുപ്പവഴിയാണ് ഇസ്രായേലിനോട് ഒപ്പം നിൽക്കാതിരിക്കുക, അതിനെ എതിർത്തുകൊണ്ടേ ഇരിക്കുക. ഹമാസ് മുന്നോട്ട് വെക്കുന്ന കണക്കുകളെ, പെരുപ്പിച്ച് കാണിച്ച കണക്കുകളെ പോലും വിശ്വസിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഉള്ളിൽ നിന്ന് വരുന്നൊരു ചോദന, അതിനെ ശമിപ്പിക്കാൻ എളുപ്പമുള്ളൊരു വഴിയായിട്ട് മാറുകയാണ്. അതാണ് അതിൽ സംഭവിക്കുന്നത്.